ഗ്രേഡ് 8 CBSEയുടെ ഗണിത് പ്രകാശ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 എ സ്ക്വയർ ആൻഡ് എ ക്യൂബിൻ്റെ നെക്സ്റ്റ് പോർഷൻ ആണ്. ഇതോടുകൂടി ഈ പോർഷൻ തീരുവാണ്. ലാസ്റ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫിഗർ ഇറ്റ് ഔട്ടും കൂടി ചെയ്യുന്നുണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ നമ്പറും പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ഇറ്റ്സ് ക്യൂബ്. നമ്മൾ 4ൻ്റെ ഫാക്ടറൈസേഷൻ എഴുതുവാണെങ്കിൽ 2 × 2 4 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് പെയർ ആക്കാൻ പറ്റും. 3 2-ൽ നിന്ന് ഒരു 2-നെ എടുക്കാം, വീണ്ടും 3 2-ൽ നിന്ന് ഒരു 2-നെ എടുക്കാം. അപ്പോൾ 2 ക്യൂബ് × 2 ക്യൂബ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 × 2 ഹോൾ ക്യൂബ്. അതുപോലെ തന്നെ 6ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 × 3 6 ക്യൂബ് എന്ന് പറയുമ്പോൾ ഈ 2 എത്രണ്ണം വരും? 3 വരും. 3 എത്രണ്ണം വരും? 3യുടെ പവറും 3 തന്നെയായിരിക്കും. 15 എന്ന് പറയുന്നത് 3 × 5 ആണ്. 3യുടെ പവറും 3 ആയിരിക്കും, 5ൻ്റെ പവറും 3 ആയിരിക്കും. 12ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ 2 × 2 × 3. അപ്പം ഇവിടെയും 2ൻ്റെ പവർ 3 വരും, ഇവിടെയും 2ൻ്റെ പവർ 3 വരും, ഇവിടെയും 3യുടെ പവർ 3 വരും. അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ എല്ലാം എത്രയായിരിക്കും വരുന്നത്? പവർ 3 ആയിട്ടായിരിക്കും വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് ദീസ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സിൻ്റെ ക്യൂബ് റൂട്ടാണ് ചോദിക്കുന്നത്. അപ്പം ഈ നമ്പേഴ്സിൻ്റെ ക്യൂബ് റൂട്ട് കാണാനായിട്ട് നമ്മൾ നോക്കുക 64ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കുക. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് 4 ആയതുകൊണ്ട് അതിൻ്റെ ആൻസറിലും 4 തന്നെയാണ്. 512 എന്ന് പറയുമ്പോൾ 8ൻ്റെ ക്യൂബാണ് വരുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 512 എന്ന് പറയുന്നത് 8 ആയിരിക്കും. ക്യൂബ് റൂട്ട് ഓഫ് 729 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഇനിയുള്ളത് സക്സസീവ് ഡിഫറൻസ്. വി നോ ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഗീവ്സ് ദ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന പെർഫെക്റ്റ് ക്യൂബുകൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത് നോക്കാം. നമുക്കിപ്പോൾ സ്ക്വയറിൻ്റെ കേസിൽ സെക്കൻഡ് ലെവൽ ആകുമ്പോഴത്തേനും നമുക്ക് ഡിഫറൻസസ് എല്ലാം സെയിം ആയിട്ട് വരും. പെർഫെക്റ്റ് ക്യൂബിൻ്റെ കേസ് വരുമ്പോൾ ലെവൽ 3 ആകുമ്പോഴത്തേനുമാണ് അത് ഈക്വൽ ആയിട്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ അത് ഈക്വൽ ആയിട്ട് വരുള്ളൂ. ഇവിടെ 4 - 1 വരുമ്പോൾ 3 വരും, 9 - 4 വരുമ്പോൾ 5 വരും. അല്ലെങ്കിൽ 1ൻ്റെ കൂടെ നെക്സ്റ്റ് ഓഡ് നമ്പർ 3 ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. 4ൻ്റെ കൂടെ നെക്സ്റ്റ് ഓഡ് നമ്പർ 5 ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. അല്ലെങ്കിൽ ഡിഫറൻസ് എടുത്താലും മതി. ഇനി ഇതിൻ്റെ ഡിഫറൻസ് നോക്കിക്കുക. ഇത് ലെവൽ 1. ലെവൽ 2 ആകുമ്പോൾ എന്ത് സംഭവിച്ചു? ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2. അടുത്തതിൻ്റെ ഡിഫറൻസ് 2. എല്ലാത്തിൻ്റെ ഡിഫറൻസ് 2 ആയിട്ട് മാറി, ലെവൽ 2-ലായിട്ട്. ഇനി അടുത്തത് compute successive differences over the level of perfect cube until all the differences at the level are same. What do you observe? അപ്പോൾ നമ്മൾ ക്യൂബിൻ്റെ എടുക്കുമ്പോൾ ലെവൽ 3 ആവുമ്പോഴത്തേനും അതിൻ്റെ ഡിഫറൻസസ് എല്ലാം സെയിം ആയിരിക്കും വരുന്നത്. അത് നമുക്ക് ചെയ്ത് നോക്കാം. 1ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. ഇപ്പം 1 8 27 64 125 260. 1ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 7. 8ഉം 27ഉം തമ്മിലുള്ള ഡിഫറൻസ് 19. അല്ലെങ്കിൽ 27ൻ്റെ കൂടെ നമ്മൾ 37 ആഡ് ചെയ്യുമ്പോൾ 64 കിട്ടും. 64ൻ്റെ കൂടെ 61 ആഡ് ചെയ്യുമ്പോൾ 125 കിട്ടും. 125ൻ്റെ കൂടെ 91 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 216 കിട്ടും. ഇത് ലെവൽ 1-ലാണ് എടുത്തേക്കുന്നത്. ഇനി ലെവൽ 2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കാം. അല്ലെങ്കിൽ 7ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 19 വന്നത്? 12. 19ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 37 കിട്ടണേ? 18. 18ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 61 കിട്ടണേ? 24. 24ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 91 കിട്ടണത്? അങ്ങനെ ചെയ്തു പോവുക. ഇതിൻ്റെ കൂടെ 13. ഇനി ഇത് ലെവൽ 2. ലെവൽ 3 എന്ന് പറയുമ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. അപ്പോൾ ലെവൽ 3-ൽ 12 - 18 - 12 എന്ന് പറയുമ്പോൾ 6. അല്ലെങ്കിൽ 12ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും, 18 കിട്ടും. 18ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ 24 കിട്ടും. 24ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ 3 ആയത്തേനും എന്ത് പറ്റി? ഇവിടുത്തെ എല്ലാ ആൻസേഴ്സും സെയിം ആയിട്ട് വന്നു. നമുക്ക് സബ്ട്രാക്ട് ചെയ്യുന്ന ആൻസേഴ്സ് എല്ലാം എന്തായിട്ട് വന്നു? കറക്റ്റ് ആയിട്ട് വന്നു. അല്ലെങ്കിൽ ഇവിടെ ലാസ്റ്റ് വന്നപ്പോഴത്തേനും എല്ലാ വാല്യൂസും ഡിഫറെൻറ്റ് ലെവലായത്തേനും ആൻസേഴ്സ് എന്തായിരുന്നത്? എല്ലാം ഈക്വൽ ആയിട്ട് കിട്ടി. അതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി എ പിഞ്ച് ഓഫ് ഹിസ്റ്ററി. ഈ ക്യൂബിനെ പറ്റിയുള്ള ഒരു കഥയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പെർഫെക്റ്റ് ക്യൂബൊക്കെ ആദ്യമായിട്ട് ബാബിലോണിയനിൽ 1700 BC-യിൽ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരിത് എഴുതിയിരിക്കുന്നത് ക്ലേ ടാബ്ലറ്റ്സിലാണ്. അതിൻ്റെ അകത്ത് അവർ സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലാൻഡ് മെഷർമെൻറ്റ്, ആർക്കിടെക്ചറൽ ഡിസൈൻസ്,
അതുപോലെ തന്നെ ജോമെട്രിക് കാൽക്കുലേഷൻ ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. സാൻസ്ക്രിറ്റ് വേർഡായ വർഗ അതാണ് സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഏരിയ അല്ലെങ്കിൽ സ്ക്വയർ പവർ, അതിനൊക്കെ അവർ വർഗ എന്ന് പറയുന്നതാണ് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഗണ എന്ന് പറയുന്നത് സോളിഡ് ക്യൂബ്. അതുപോലെ തന്നെ 3 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടി ഒരു നമ്പർ തന്നെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ വിത്ത് ഇറ്റ്സെൽഫ് 3 ടൈംസ് 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ അവർ ഗണാന്ന, അല്ലെങ്കിൽ സോളിഡ് ക്യൂബിനെ അവർ ഗണാന്ന വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 4th പവർ 4ാമത്തെ പവറിനെ അവർ വർഗ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ സെക്കൻഡ് പവറിനെ അല്ലെങ്കിൽ സ്ക്വയർ ഫിഗർ അല്ലെങ്കിൽ ഏരിയനെ കണ്ടുപിടിക്കാൻ വർഗയും, 3ാമത്തെ പവറിനെ ഗണയും, 4ാമത്തെ പവറിനെ വർഗ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിടെ ഇന്ത്യയിലും അത് 3rd century BC മുതൽ ഉണ്ടായിരുന്നു. പിന്നെ ആര്യഭട്ടയാണ് എ സ്ക്വയർ ഫിഗർ ഓഫ് 4 equal sides, the number representing its area is called വർഗ, the product of 2 equal quantities also called വർഗ. ഇതൊക്കെ ആര്യഭട്ട ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു സ്ക്വയർ ഫിഗറിന്റെ അകത്ത് 4 ഈക്വൽ സൈഡ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഏരിയനെ റെപ്രസെന്റ് ചെയ്യുന്ന വർഗ, അല്ലെങ്കിൽ സെയിം ക്വാണ്ടിറ്റീസ് 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് വർഗ. പിന്നെ വർഗ എന്ന് പറയുന്നത് സ്ക്വയർ പവർ, അങ്ങനെ ഇപ്പൊ 2ന്റെ സ്ക്വയർ അങ്ങനെ. അവര് ഈ റൂട്ട് എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിച്ചിരുന്നത് ഈ പ്ലാന്റിന്റെ റൂട്ടിൽ നിന്ന് വരിക എന്ന അർത്ഥത്തിലാണ് അവിടെ സ്ക്വയർ റൂട്ട് എന്നൊക്കെ വന്നത്. എന്തുകൊണ്ടാണ് അവർ റൂട്ട് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. പണ്ട് കാലത്തെ ഇന്ത്യയില് ഈ സാൻസ്ക്രിറ്റില് ഈ റൂട്ട് ഓഫ് ദ പ്ലാന്റിന്റെ മുള എന്നുള്ള അർത്ഥമായിരുന്നു വന്നിരുന്നത്. അപ്പൊ ആ വർഗമുള, അതിൽ നിന്നൊക്കെയാണ് സ്ക്വയർ എന്ന് പറയുന്നത് വന്നത്. പിന്നെ ഗണമുള എന്ന് പറയുന്നത് ക്യൂബ് റൂട്ടിന് അവർ കൊടുത്തു. ഈ റൂട്ട് എന്ന് പറയുന്ന ടേമിൽ നിന്നാണ്, അല്ലെ ഈ മുള എന്ന് പറയുന്ന ടേമിൽ നിന്നാണ് സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. പിന്നെ അറബിക്കിലെ ജിദ്ഹർ, റാഡിറ്റ്സ് എന്നൊക്കെ നമ്മൾ ബയോളജിയിലെ റാഡിറ്റ്സ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാത്തിന്റെ ഉത്ഭവം മുള എന്ന് പറയുന്ന ഇതിൽ നിന്നാണ്. 1st century BC-യിലാണ് വന്നിരുന്നത്. പിന്നെ അവർ വേറെ ഉപയോഗിച്ചിരുന്നത് പാദ, ഫൂട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ, ബ്രഹ്മഗുപ്ത അതുപോലെ തന്നെ ഈ പാതേനെ പറ്റി, റൂട്ടിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. റൂട്ട് ഓഫ് എ സ്ക്വയർ ഈസ് ദാറ്റ് വിച്ച് ഇറ്റ് ഈസ് എ സ്ക്വയർ. ബ്രഹ്മഗുപ്ത അതിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യമില്ല, ഇനി ബാക്കിത്തെ നോക്കാം. ഫിഗർ ഇറ്റ് ഔട്ട്. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 27,000 പിന്നെ 10,648. ഇതിന്റെ ക്യൂബ് റൂട്ട് ആണ് ചോദിച്ചിരുന്നത്. അപ്പൊ ഇതിന്റെ ക്യൂബ് റൂട്ട് കാണാനായിട്ട് നമ്മൾ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ നോക്കുക. 27,000 എന്ന് പറയുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പം അല്ല, ഇത് ഡിവിസിബിൾ ബൈ 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ഒന്നിക്ക് നമുക്ക് ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഫസ്റ്റ് ഇവിടെ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 13,500 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 6,750 കിട്ടി. പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3,375. അതിന് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 5 കൊണ്ടും ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ 1,125, പിന്നെ 375, 125, 25, 5. ഇനി ഇതിൽ എത്ര ടൈംസ് 2 ഉണ്ട് നോക്കുക. ഈ 2കൾ അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. ഇതിൽ നിന്ന് ഒരു 2 എടുക്കാം, പിന്നെ ഇതിൽ നിന്ന് ഒരു 3 എടുക്കാം, പിന്നെ ഇതിൽ നിന്ന് എന്തെടുക്കാം? ഒരു 5 എടുക്കാം. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 27,000 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇങ്ങനെയല്ലേ തന്നെ, 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ്. എല്ലാത്തിൽ നിന്നും ക്യൂബിന്റെ പവേഴ്സ് ആയ ക്യൂബിനെ പുറത്തെടുക്കുമ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഹോൾ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6, 6 ഇൻറ്റു 5 30. അപ്പൊ 30യുടെ ക്യൂബ് റൂട്ട് 30നെ ക്യൂബ് എടുക്കുമ്പോഴാണ് നമുക്ക് 27,000 കിട്ടുന്നത്. അല്ലെങ്കിൽ 27,000ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 30 ആണ്. അടുത്തത് 10,648. ഇതൊരു ഈവൻ നമ്പർ ആണ്. ആദ്യം എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ നമുക്ക് 1,331. അത് നമുക്കറിയാലോ, അത് 11ന്റെ ക്യൂബിക് റൂട്ടാന്നുള്ളത്. അപ്പൊ 11 ചെയ്തു കൊടുക്കാം. അപ്പൊ ഇവിടെ നിന്ന് 3 11ൽ നിന്ന് ഒരു 11 എടുക്കാൻ പറ്റും. പിന്നെ 3 2കളിൽ നിന്ന് ഒരു 2 എടുക്കാൻ പറ്റും. അപ്പൊ 2 ക്യൂബ് ഇൻറ്റു 11 ക്യൂബ് എന്നാണ് വന്നത്. അതിൽ നിന്ന് 2 ഇൻറ്റു 11 എന്തെന്ന് എഴുതാൻ പറ്റും? ഹോൾ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 22 ആണ്. 22നെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 10,648. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 2.
വാട്ട് നമ്പർ വിൽ യു മൾട്ടിപ്ലൈ ബൈ 1323 ടു മേക്ക് ഇറ്റ് എ ക്യൂബ് നമ്പർ? ക്യൂബ് നമ്പർ ആക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് പെർഫെക്റ്റ് ക്യൂബ് അല്ല, ഏതെങ്കിലും ഒരു നമ്പർ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ ഏത് നമ്പറാണ് ക്യൂബ് അല്ലാത്തതെന്ന് നോക്കുക. ഇവിടെ 3 3s ഉണ്ട്, ഇവിടെ 2 7 ഉള്ളൂ. അപ്പോൾ 7 ആണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത്. ഒരു 7 കൂടി വന്നാലാണ് നമുക്കിത് ക്യൂബ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1323യുടെ കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 9261 കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ക്യൂബിക് റൂട്ട് ഓഫ് 9261 എന്ന് പറയുന്നത് 21 ആയിരിക്കും. കാരണം ഒരു 7 കൂടി വന്നാലാണ് ഇതിനെ എന്താക്കാൻ പറ്റുള്ളൂ, ക്യൂബിക്കിന്റെ ടേമിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്ത് സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ യുവർ റീസണിങ്. അതിൻ്റെ റീസണും കൂടി പറയാനായിട്ട്. ദ ക്യൂബ് ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഈവൻ. ഏത് ഓഡ് നമ്പറിൻ്റെയും ക്യൂബ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ആയിരിക്കും. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? കാരണം ഓഡ് നമ്പറിൻ്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് തന്നെ വരുള്ളൂ, ഓഡ് നമ്പറേ വരുള്ളൂ, ഒരിക്കലും ഈവൻ നമ്പർ വരില്ല. അപ്പോൾ അത് ഫോൾസ് ആണ്. നമ്മളിപ്പോൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 3 ക്യൂബ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 4 ക്യൂബ് എന്ന് പറയുമ്പോൾ 64. 4 ക്യൂബിൻ്റെ ഇത് 64ഉം 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. 27ന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഓഡാണ് വന്നിരിക്കുന്നത്. 4 എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ഈവൻ ആണ്. അപ്പം ഓഡ് നമ്പേഴ്സിൻ്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഓഡ് നമ്പറും ഈവൻ നമ്പേഴ്സിൻ്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഈവൻ നമ്പർ കിട്ടും. ക്യൂബ് ഓഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഓൾവേസ് ഓഡ്. ഇങ്ങനെയാണ് വന്നത്. ഇനി സെക്കൻഡ് ബിറ്റ് ചോദിച്ചിരിക്കുന്നത്, ദർ ഈസ് നോ പെർഫെക്റ്റ് ക്യൂബ് ദാറ്റ് എൻഡ്സ് വിത്ത് 8. 8 എൻഡ് ചെയ്യുന്ന പെർഫെക്റ്റ് ക്യൂബ് ഇല്ലാണ്. എല്ലാ ഡിജിറ്റിലും എൻഡ് ചെയ്യുന്ന പെർഫെക്റ്റ് ക്യൂബ് ഉണ്ടെന്ന് നമ്മൾ കണ്ടായിരുന്നു. 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 12 ക്യൂബ് എന്ന് പറയുന്നത് 1728 ആണ്. 22 ക്യൂബ് എന്ന് പറയുന്നത് 10648 ആണ്. ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 8 തന്നെയാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ്റെ അകത്ത്, ദ ക്യൂബ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ മേ ബി എ 3 ഡിജിറ്റ് നമ്പർ. ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ക്യൂബ് വേണമെങ്കിൽ ഒരു 3 ഡിജിറ്റ് നമ്പർ ആകാം. ക്യൂബ് ഓഫ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഒരിക്കലും 3 ഡിജിറ്റ് നമ്പർ ആവില്ല. കാരണം ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. 10ന്റെ ക്യൂബ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര കിട്ടണേ, 1000 ആണ് കിട്ടുന്നത്. 1000 എന്ന് പറയുന്നത് എന്താണ്, ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ അത് ഫോൾസ് ആണ്. ഇനി പിന്നെ ഉള്ളത് ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ അത്, ദ ക്യൂബ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ മേ ഹാവ് 7 ഓർ മോർ ഡിജിറ്റ്. ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ക്യൂബിൻ്റെ അകത്ത് 7ഓ അതിൽ കൂടുതൽ നമ്പേഴ്സോ ഉണ്ടാവാം. ഈ നമ്മൾ ഏതെങ്കിലും ഒരു 2 ഡിജിറ്റ് നമ്പർ എടുക്കുക. ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 99 ആണ്. 99ന്റെ ക്യൂബ് എടുക്കുമ്പോൾ ഇത്രയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ടോട്ടൽ 6 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ഡിജിറ്റ് വരെ വരുള്ളൂ. 7ഓ അതിൽ കൂടുതൽ നമ്പേഴ്സ് എന്തായാലും വരില്ല. അപ്പം 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ മാക്സിമം എന്ന് പറയുമ്പോൾ നമ്മൾ 99 എടുക്കുക. ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുമ്പോൾ 10 ക്യൂബ് നോക്കുക. അടുത്തത്, ക്യൂബ് നമ്പർ ഹാവ് ആൻഡ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ക്യൂബ് നമ്പേഴ്സിന് എപ്പോഴും ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സാണ് ഉണ്ടാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം. ഇപ്പം 27 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ 3 × 3 × 3 അതിന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. 64 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ഓഡ് നമ്പറും വരാം, അതുപോലെ തന്നെ ഈവൻ നമ്പറും വരാം. നമുക്ക് കമ്പൽസറി ആയിട്ട് അത് ഓഡ് നമ്പർ മാത്രമേ വരാമുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, യു ആർ ടോൾഡ് ദാറ്റ് 1331 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. നമുക്കറിയാതെ പെർഫെക്റ്റ് ക്യൂബ് ആണ്. അതെന്ന് പറയുന്നത് 11ന്റെ ക്യൂബ് ആണ്. ക്യാൻ യു ഗസ് വിത്തൗട്ട് ഫാക്ടറൈസേഷൻ വാട്ട് ഈസ് ക്യൂബ് റൂട്ട് ഈസ്? അത് നമുക്കറിയാലോ. ക്യൂബ് റൂട്ട് ഓഫ് 1331 11 ആണ്. സിമിലർലി ഗസ് ദ ക്യൂബ് റൂട്ട് ഓഫ് 4913 12167 ആൻഡ് 32768. ഇതിന്റെ ക്യൂബ് റൂട്ട് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് നോക്കുക. ലാസ്റ്റ് 3 ഡിജിറ്റിന്റെ ഇതെന്ന് പറയുന്നത് 1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്യൂബ് റൂട്ട് 1 ആയിരിക്കും വരുന്നത്. പിന്നെ ഉള്ളത് 1 തന്നെയില്ല. അങ്ങനെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഇപ്പം 4930 930ന്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതാ വന്നേക്കണേ, 3 ആണ് വന്നിരിക്കുന്നത്. 3 എന്ന് പറയുന്ന ആർക്കടെ ക്യൂബ് എടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടണത്, 7ന്റെ ക്യൂബ് എടുക്കുമ്പോഴാണ് കിട്ടണം. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 7 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 7 ആണ് കിട്ടി. പിന്നെ അടുത്തത് 4. ഈ നമ്പർ 4 എന്ന് പറയുന്നത് ഏതൊക്കെ ക്യൂബിന്റെ ഇടയ്ക്കാണ് കിടക്കുന്നത് നോക്കാം. 1 ക്യൂബ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആയിരിക്കും വരുന്നത്. അപ്പൊ 1ന്റെയും 8ന്റെയും ഇടയ്ക്കാണ് ഏത് നമ്പർ വരുന്നത്, 4 എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഏറ്റവും ചെറിയ ഡിജിറ്റ് എടുക്കുക. ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്,
1 ആണ് വന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് 17 ക്യൂബിൻ്റെ ആയിട്ടായിരിക്കും വന്നത്. അടുത്തത് 12,167. ഇതിനെയും 2 ഫാക്ടേഴ്സ് ആയിട്ട് മാറ്റുക. ഒന്ന് 167 ഒന്ന് 12. നമുക്കറിയാം 7 എന്ന് പറയുന്നത് ഇതിൻ്റെ എൻഡിങ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. കാരണം 3 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 27 കിട്ടുന്നത്. അപ്പം ഇത് 3. ഇനി 12 എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പേഴ്സിൻ്റെ ഇടയ്ക്കാണ് കിടക്കണേന്ന് നോക്കുക. നമുക്ക് 1 എന്ന് പറയുമ്പോൾ 1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1, 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8, 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27. അപ്പോൾ 8ൻ്റെയും 27ൻ്റെ ഇടയ്ക്കാണ് ഈ 12 എന്ന് പറയുന്ന നമ്പർ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ലോവസ്റ്റ് വാല്യൂ നോക്കുക. ലോവസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 83. അപ്പോൾ ഇതെന്ന് പറയുന്നത് 83 ക്യൂബ് ആയിരിക്കും. 83 അല്ല, ഇവിടുത്തെ 2 ആണ് എടുക്കേണ്ടത്. 2 ക്യൂബ് ആണ് വന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് 23 ക്യൂബ് ആയിരിക്കും വന്നത്. 8 ആണ് വന്നെങ്കിലും നമ്മൾ ക്യൂബുകളാണ് കൺസിഡർ ചെയ്യുന്നത്. 2 ക്യൂബ് 3 ക്യൂബ്. 2 ക്യൂബ് 3 ക്യൂബിൽ 2 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഈ നമ്പറിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്നത് 1 ആണ്. കാരണം 4 എന്ന് പറയുന്ന നമ്പർ ലൈസ് ബിറ്റ്വീൻ 1 ആൻഡ് 2 ആണ്. അതിൽ നിന്ന് 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഇവിടുത്തെ കേസ് എടുക്കുകയാണെങ്കിൽ 1331 31 റെപ്രസെൻറ്റ് ചെയ്യുന്ന 1 ആണ്. ഈ 1 എന്ന് പറയുന്നത് 1 ക്യൂബിൻ്റെയും 2 ക്യൂബിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ 1 ക്യൂബ് തന്നെയാണ് വന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് 1 ആയിട്ടായിരിക്കും വന്നത്. ഇനിയത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് 32,768. അതിൽ 768 ഒരു ടേം, 32 വേറെ ഒരു ടേം. ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ് വന്നിരിക്കുന്നത്. 8 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബിലാണ് വന്നത്. അപ്പോൾ 2 കിട്ടി. ഇനി 32 എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ ഇടയ്ക്കാണ് കിടക്കണേന്ന് നോക്കാം. 32 എന്ന് പറയുമ്പോൾ 2 ക്യൂബ് എന്ന് പറയുന്നത് 8, 3 ക്യൂബ് എന്ന് പറയുന്നത് 27, 4 ക്യൂബ് എന്ന് പറയുന്നത് 64. അപ്പം 32 എന്ന് പറയുന്ന നമ്പർ 27ൻ്റെയും 64ൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ലോവസ്റ്റ് വാല്യൂ നോക്കുക 3. അപ്പോൾ ഇതെന്ന് പറയുന്നത് 32ൻ്റെ ക്യൂബായിരിക്കും വരുന്നത്. അപ്പോൾ ക്യൂബിൽ ഏതാണോ വരുന്നത് അതിൻ്റെ ലീസ്റ്റ് വാല്യൂ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഗ്രേറ്റസ്റ്റ്? ഇതിൻ്റെ അകത്ത് ഏതാണ് വലിയത്? എക്സ്പ്ലെയിൻ യുവർ റീസണിങ്. ഇതിൻ്റെ അകത്ത് 67 ക്യൂബ് മൈനസ് 66 ക്യൂബ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാണ്, സ്മോളസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് കണ്ടുപിടിക്കാനായിട്ട് 67 ക്യൂബിനെ 67 നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ വാല്യൂ 67 ക്യൂബ് മൈനസ് 66 ക്യൂബ് എന്ന് പറയുമ്പോൾ ആൻസർ വന്നത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13,267. പിന്നത്തെ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5,490. 67 സ്ക്വയർ മൈനസ് 66 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 133. ഇനി 43 സ്ക്വയർ മൈനസ് 42 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 85. ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് വന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 67 പ്ലസ് 66 ഇൻറ്റു 67 മൈനസ് 66. അപ്പോൾ 67 പ്ലസ് 66 എന്ന് പറയുമ്പോൾ 133 ഇൻറ്റു 1. അപ്പോൾ ആൻസർ 133 കിട്ടും. സ്ക്വയറിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഫോർമുല ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തതിൻ്റെ അകത്ത് 43 സ്ക്വയർ മൈനസ് 42 സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ വന്നിരിക്കുന്നത് 43 സ്ക്വയർ മൈനസ് 42 സ്ക്വയർ. അപ്പോൾ 43 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ 43 പ്ലസ് 2 ഇൻറ്റു 43 മൈനസ് 2. 43 മൈനസ് 42 എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും വന്നത്. 43 പ്ലസ് 42 എന്ന് പറയുമ്പോൾ 85. ഇനി ഇവിടെ വേറൊരു മെത്തേഡ് പറഞ്ഞിരിക്കുന്നത് 67 ക്യൂബ് മൈനസ് 66 ക്യൂബ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് 67 ഇൻറ്റു 66 ഇൻറ്റു 3. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്ന ഫോർമുല എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാവുന്നത് 1 പ്ലസ് 60 ഈ ഫോർമുല കൊടുക്കുക. ഇതിൻ്റെ സബ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂ പ്ലസ് 67 ഇൻറ്റു 66 ഇൻറ്റു 3, 1 പ്ലസ് 43 ഇൻറ്റു 42 ഇൻറ്റു 3. അല്ലെങ്കിൽ നമ്മളിത് 67 ക്യൂബ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് സബ്ട്രാക്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയത് ഏതാണെന്ന് ചോദിച്ചേക്കണേ. വലിയത് ഫസ്റ്റ് 1 ആണ് ഏറ്റവും വലിയതായിട്ട് വരുന്നത്. 67 ക്യൂബ് മൈനസ് 66 ക്യൂബാണ് വലിയതായിട്ട് വരുന്നത്. ഇവിടെ ഫോർമുല കൊടുത്തിരിക്കുന്നത് ഇതാണ്. n+1 ഹോൾ ക്യൂബ് മൈനസ് n ക്യൂബ് എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം?
1 പ്ലസ് എൻ പ്ലസ് 1 ഇൻറ്റു 3n. ഈ ഫോർമുല ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇതിപ്പം n പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് n സ്ക്വയർ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്ലൈ ചെയ്യാം. ക്യൂബിന്റെ കേസ് ആണ് വരുന്നത്. ഇത് ഇപ്പൊ n ആണെങ്കിൽ ഇതൊന്ന് കൂടുതലല്ലേ, അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? n പ്ലസ് 1 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അപ്പൊ n പ്ലസ് 1 ഹോൾ ക്യൂബ് മൈനസ് എന്നിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1 പ്ലസ് n പ്ലസ് 1 ഇൻറ്റു n ഇൻറ്റു 3n അല്ലെങ്കിൽ 3n. അപ്പോൾ 1 പ്ലസ് n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 67, n എന്ന് പറയുമ്പോൾ 63, 66 ഇൻറ്റു 3. അടുത്ത് വരുമ്പോൾ 1 പ്ലസ് 43 ഇൻറ്റു 42 ഇൻറ്റു 3. അങ്ങനെയാണെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഏത് മെത്തേഡാണോ എളുപ്പം ആ മെത്തേഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ക്യൂബിക് റൂട്ട് എടുക്കുക. ക്യൂബ് റൂട്ട് 3 തൊട്ട് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുക. 67 ക്യൂബ് മൈനസ് 66 ക്യൂബ് എടുത്തിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ ഒന്നുകിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫോർമുല n പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് n സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അപ്പം n പ്ലസ് n പ്ലസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2n പ്ലസ് 1. ഏത് ഫോർമുല ആണെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയത് ആൻസർ വരുന്നത് ഇതാണ്. ഇപ്പോൾ ക്യൂബിൻ്റെ ഫോർമുല ഒന്ന് ഓർത്തിരിക്കുക. അതെന്ന് പറയുന്നത് n പ്ലസ് 1 ഹോൾ ക്യൂബ് മൈനസ് n ക്യൂബ് എന്ന് പറയുന്നത് 1 പ്ലസ് n പ്ലസ് 1 ഇൻറ്റു 3. അങ്ങനെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.